കാട്ടിൽ കുറച്ച് ഉറുമ്പുകളും ഒരു പുൽച്ചാടിയും താമസിച്ചിരുന്നു. ഉറുമ്പുകളാവട്ടെ എന്നും കഷ്ടപ്പെട്ട് അധ്വാനിക്കുമായിരുന്നു. പക്ഷേ പുൽച്ചാടി എപ്പോഴും മടിയനായിരുന്നു. അവൻ ഒന്നും തന്നെ നോക്കില്ലായിരുന്നു. അവൻ അവിടെ പാട്ടും ഡാൻസുമായി അവനുടെ ജീവിതം സന്തോഷമായി ജീവിക്കുമായിരുന്നു. പക്ഷേ ഉറുമ്പുകളാവട്ടെ കഠിനമായി അധ്വാനിക്കുമായിരുന്നു. രാവിലെ പുലർച്ചയ്ക്കു തന്നെ അവർ കൃഷിക്കാരൻ്റെ വയലിൽ പോയി ഗോതമ്പുകൾ ശേഖരിക്കുമായിരുന്നു. പക്ഷേ പുൽച്ചാടി അവൻ അതൊന്നും ശ്രദ്ധിക്കാതെ അവിടെ പാട്ടുപാടി കളിച്ചു രസിച്ചു. അവൻ ദിവസം പോകുന്നതൊന്നും അറിയാതെ അവൻ പാട്ടുപാടി നടന്നു. അങ്ങനെ ഉറുമ്പുകൾ ഗോതമ്പ് പെറുക്കി വരുമ്പോൾ ഒരു ഉറുമ്പൊരെണ്ണം താഴേക്ക് വീണു. പക്ഷേ പുൽച്ചാടി ഉറുമ്പിനെ സഹായിച്ചില്ല. ഉറുമ്പ് ചോദിച്ചു, എന്നെ ആ ഗോതമ്പൊന്ന് പുറ്റിലേക്ക് വയ്ക്കാൻ എന്നെ സഹായിക്കുമോ? സഹായിച്ചാൽ ഞാൻ നിന്റെ നല്ലൊരു കൂട്ടുകാരനാകും എന്ന് ഉറുമ്പ് പറഞ്ഞു. പക്ഷേ പുൽച്ചാടി അതൊന്നും നോക്കാതെ അവൻ അവളെ കളിയാക്കി. ഉറുമ്പ് കഷ്ടപ്പെട്ട് അവിടെ പോയി ഗോതമ്പെടുത്ത് പുറ്റിലേക്ക് പോയി. അങ്ങനെ ദിവസങ്ങൾ കടന്നു. വിന്റർ വന്നു. അവന് ഇരിക്കാൻ പോലും കഴിയുന്നില്ലായിരുന്നു. അവൻ കരിയിലകൾ കൊണ്ട് തന്നെ മൂടി. പക്ഷേ തണുത്ത കാറ്റു കാരണം ആ കരിയിലകൾ മുഴുവനും പാറിപ്പോയി. അവൻ തണുത്തു വിറച്ചു നടക്കുമ്പോഴാണ് ഉറുമ്പുകൾ സന്തോഷത്തോടെ അവരുടെ വീട്ടിൽ ശേഖരിച്ചു വെച്ച ഭക്ഷണം കഴിക്കുന്നത് കണ്ടത്. വേഗം തന്നെ പുൽച്ചാടി ഉറുമ്പിന്റെ കുത്തിൽ വാതിലിൽ മുട്ടി. ഉറുമ്പേ, വാതിൽ തുറക്കൂ എന്ന് പറഞ്ഞു. ഉറുമ്പുകൾ വാതിൽ തുറന്നു. പുൽച്ചാടി പറഞ്ഞു, ഞാൻ പാടാം. എനിക്ക് കുറച്ചു തീ തരൂ, കുറച്ചു ഭക്ഷണവും കഴിക്കാൻ തരൂ എന്ന് പുൽച്ചാടി പറഞ്ഞു. ഉറുമ്പ് പറഞ്ഞു, ഇല്ല, നിനക്കിവിടെ ഭക്ഷണമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പുൽച്ചാടി പറഞ്ഞു, കുറച്ചു മതി, ഞാൻ ഇപ്പോൾ മരിച്ചു പോകും എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഞെട്ടി. എന്നിട്ട് ഒന്ന് പറഞ്ഞു, നീ വേനൽക്കാലത്ത് എന്തു ചെയ്യുകയായിരുന്നു? നിനക്ക് എന്തായിരുന്നു പണി എന്ന് ചോദിച്ചു. പുൽച്ചാടി പറഞ്ഞു, എനിക്ക് സമയം കിട്ടിയില്ല, ഞാൻ പാട്ടിൽ മുഴുകിയിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് ഭക്ഷണം കിട്ടാഞ്ഞത്. അപ്പോൾ തന്നെ ഉറുമ്പുകൾ അവന്റെ നേർത്തുതല വെട്ടിച്ച് ഉറുമ്പുകൾ അകത്തേക്ക് പോയി. പക്ഷേ അവനോട് സഹായം ചോദിച്ച ഉറുമ്പ് മാത്രം നിന്ന് അവനോട് പറഞ്ഞു, ഞങ്ങൾ കഷ്ടപ്പെട്ട വേനൽക്കാലത്ത് ഞങ്ങൾ
കഷ്ടപ്പെട്ട് കഠിനമായി അധ്വാനിച്ചു. പക്ഷെ നീ ഞങ്ങളെ കളിയാക്കി. ഞങ്ങൾക്ക് അതുകൊണ്ട് നിനക്കിവിടെ ഭക്ഷണവുമില്ല തീയുമില്ല എന്ന് പറഞ്ഞ് അവർ അവന്റെ മുന്നിൽ നിന്ന് തന്നെ വാതിലടച്ചു. പുൽച്ചാടിക്ക് കരയാനല്ലാതെ വേറൊന്നിനും അപ്പോൾ കഴിഞ്ഞില്ല.